ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ നേരുന്നു. രാവിലെ ഫ്രഷ് ആയ ശേഷം ഞാനിതാ സ്വാമി മുറിയിൽ ഇന്നലത്തെ പൂക്കളൊക്കെ എടുത്ത് മാറ്റി പുതിയ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ശേഷം കിണ്ടിയിലെ വെള്ളമൊക്കെ എടുത്ത് മാറ്റി പുതിയ വെള്ളം നിറച്ച് വെച്ചു കേട്ടോ. അതിലൊരു തുളസിക്കതിരും ഇട്ട് വെച്ചിട്ടുണ്ട്. പൂജ ചെയ്യുന്നതിനായിട്ട് വിളക്കിൽ തിരിയിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗണപതിക്ക് വേണ്ടിയിട്ട് ആപ്പിളാണ് ഫ്രൂട്ട്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ശേഷം വാഴയിലയിൽ അവലും പൊരിയും മുന്തിരി, കടല, ശർക്കര, പഴം എന്നിവയാണ് ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ളത് കേട്ടോ. രാവിലെ അക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് അരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അരിയിലാണ് എഴുതിയത്. പിന്നെ അതാ കുറച്ച് പൂജയ്ക്കുള്ള പൂക്കളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ ഒരു 7:30 ആയപ്പോഴേക്കും വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ഞാനും അമ്മയൊക്കെ രാവിലെ തന്നെ അരിയിൽ എഴുതിയ ശേഷം രാമായണം വായിച്ചിട്ടുണ്ടായിരുന്നു. സച്ചു എഴുന്നേൽക്കുന്നതിനായിട്ട് കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പുണ്യാഹമൊക്കെ തളിച്ച ശേഷം ബുക്കുകളൊക്കെ പൂജയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൻ എഴുന്നേറ്റ ശേഷം അമ്മ അവനെ അരിയിൽ എഴുതിച്ചു. പിന്നെ അവൻ്റെ ബുക്കുകളൊക്കെ വായിപ്പിച്ചു. എട്ടര ആയപ്പോഴേക്കും പൂജയെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രാർത്ഥനയെല്ലാം. ശേഷം രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നേ. പിന്നെ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ശേഷം അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിളക്കത്ത് നിന്ന് അവലും മലരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രസാദം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴമെല്ലാം അരിഞ്ഞിട്ട് അതുപോലെ തന്നെ ശർക്കരയും അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രസാദം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു നല്ല രീതിയിൽ തന്നെ ഈ വട്ടം എനിക്ക് ബുക്ക് പൂജ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് 9:30ക്കാണ് തുടങ്ങുന്നത്. നമ്മൾ അമ്പലത്തിൽ ഒരു 9:45 ആയി എത്തിയപ്പോഴേക്കും. ശേഷം പൂജയ്ക്കുള്ള എല്ലാം തയ്യാറാക്കി കുട്ടികളെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ ഉള്ളിൽ സരസ്വതി തെളിഞ്ഞ് വിദ്യ ഉണ്ടായി തന്നെ എന്ന് പ്രാർത്ഥിക്കാം. പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഇവർ അർപ്പിച്ച പുഷ്പങ്ങളെല്ലാം കൃഷ്ണന് ചുവട്ടിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുട്ടികളായിട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നവരാത്രി വ്രതാരംഭം മുതൽ അമ്പലത്തിൽ പൂജയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കഷായവും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ അങ്ങനെ സച്ചു കഷായമൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്പലത്തിൽ ബുക്ക് പൂജയ്ക്ക് വെച്ച കുട്ടികൾക്ക് അത് കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അമ്പലത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെച്ചതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അമ്പലത്തിൽ പ്രസാദം എത്തി കേട്ടോ. അത് ഏറ്റവും ഫേവറേറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിക്കുമ്പോൾ വേറെ ഒരു ഫീലാണ് അല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു 11:30 ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഉടനെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ സാമ്പാർ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് വാഴയ്ക്ക തോരനും അതുപോലെ തന്നെ പപ്പടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
അങ്ങനെ നമ്മളിതാ അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ സച്ചു ഇതാ കളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും നല്ല ഫ്രണ്ട്സാണ്. ഇവർ രണ്ടാളും മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മേമയുടെ കുട്ടികളാണ്. ഇവർ ലീവിന് ഇതാ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് കോണും കഴിച്ചു, വിളക്കും വെച്ചു കേട്ടോ. പിന്നെയും ഇവർ ഭയങ്കര കളിയാണ് ഇവിടെ. കറങ്ങ കന്നഡയൊക്കെ പറയിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ കന്നഡ പഠിപ്പിക്കും, ഞങ്ങൾ അവരെ മലയാളം പഠിപ്പിക്കും. അതായിരുന്നു. അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു. അങ്ങനെ ഹിന്ദി പറ. രണ്ടാൾക്കും വീഡിയോ മലയാളം പറ. എന്നാ മലയാളം പറ. എന്തൊക്കെ കഴിച്ചു? ചപ്പാത്തി, പിന്നെ ചപ്പാത്തി അല്ല, നൂൽപുട്ട്, പിന്നെ ചെറിയ പയറോ? ചെറുപയർ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.